الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله وأقيموا الصلاة وآتوا الزكاة ولا تكونوا من المشركين قال الله تعالى في قرآنه الكريم وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ കഅബയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചരിത്രം, അതിൻ്റെ മഹത്വം, അതിനെക്കുറിച്ചെല്ലാം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. നമ്മളിപ്പോൾ ദുൽഹിജ്ജ മാസത്തിലാണ് ഉള്ളത്. ദുൽഹിജ്ജ മാസത്തിൻ്റെ സവിശേഷത നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം. പവിത്ര മാസങ്ങളിൽ പെട്ടതാണ്. സൂറത്ത് തൗബയിൽ പവിത്ര മാസങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, അതുപോലെ റജബ്. ഈ 4 മാസങ്ങളാണ് പവിത്ര മാസങ്ങളായിട്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞത്. പവിത്ര മാസങ്ങളിൽ അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മാനിക്കുവാനും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകുവാനും പൂർവാധികം നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നർത്ഥം. പവിത്ര മാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു ഇപ്രകാരം ചേർത്തു പറഞ്ഞു, ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ ഈ മാസങ്ങളിൽ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത്. അത്രയേറെ സൂക്ഷ്മതയും തഖ്വയും ജാഗ്രതയും ഈ മാസങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ട് എന്നർത്ഥം. ദുൽഹിജ്ജ മാസം 8-ാം തീയതിയാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ദുൽഹിജ്ജ 8-ന് ആരംഭിച്ച് ദുൽഹിജ്ജ മാസം 13-ന് അവസാനിക്കുന്ന കർമ്മങ്ങൾ അടങ്ങിയ ഒരു ഇബാദത്താണ് ഹജ്ജ്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങൾ ഉള്ള ഒരു ഇബാദത്ത്. ദുൽഹിജ്ജ 8-ന് ഹാജിമാർ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് മിനായിലേക്ക് പുറപ്പെടുന്നു. അതോടുകൂടിയാണ് ഹജ്ജ് ആരംഭിക്കുന്നത്. മിന എന്ന് പറയുന്നത് പ്രവിശാലമായ ഒരു താഴ്വരയാണ്. ഏതാണ്ട് 21ഓളം കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന പ്രവിശാലമായ ഒരു താഴ്വരയുടെ പേരാണ് മിന. കഅബയിൽ നിന്ന്, മക്കയിൽ നിന്ന് ഏതാണ്ട് 5 അല്ലെങ്കിൽ 6 കിലോമീറ്റർ ദൂരമുണ്ട് മിനായിലേക്ക്. മിന എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ആഗ്രഹങ്ങൾ പൂവണിയുന്ന സ്ഥലം എന്നാണ്. അത് അതിൻ്റെ പദാനുപദ അർത്ഥമല്ല, മറിച്ച് ഒരു ആശയാർത്ഥമാണ്. ആഗ്രഹങ്ങൾ പൂവണിയുന്ന സ്ഥലം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വന്ന് നടത്തിയ പ്രാർത്ഥനകൾ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഹലാലായ ആഗ്രഹങ്ങൾ, അതേപോലെ തന്നെ അർഹതപ്പെട്ട പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഗ്രഹങ്ങൾ പൂവണിയുന്ന സ്ഥലം. മിനായുടെ മറ്റൊരു പ്രത്യേകത ടെന്റുകളുടെ നഗരി എന്നതാണ്. ആ ടെന്റുകളിലാണ് ഹാജിമാർ താമസിക്കുന്നത്. ദുൽഹജ്ജ് 8-ന്റെ രാത്രി, ദുൽഹജ്ജ് 10, അതുപോലെ 11, 12 ദിവസങ്ങളൊക്കെ ഹാജിമാർ ആ ടെന്റിലാണ് കഴിച്ചുകൂട്ടുക. മിന താഴ്വരയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ അറുക്കുവാൻ വേണ്ടി കൊണ്ടുപോയത് മിന താഴ്വരയിലേക്കാണ്. അവിടെയുള്ള ഒരു പാറക്കെട്ടിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് അദ്ദേഹം കൊണ്ടുപോയത്. ബാക്കിയുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ കൊണ്ടുപോകുമ്പോൾ പിശാച് പുറകെ ചേർന്നിട്ട് പറഞ്ഞു, ഇത് കേവലം ഒരു സ്വപ്നമാണ്, ഇതിൻ്റെ പേരിൽ തൻ്റെ പ്രിയപ്പെട്ട മകനെ ബലി കൊടുക്കേണ്ടതില്ല, ഈ സ്വപ്നത്തെ താങ്കൾ അനുസരിക്കേണ്ടതില്ല എന്ന ഒരു വസുവാസ് ഇബ്രാഹിം നബിയുടെ മനസ്സിൻ്റെ അകത്ത് പിശാച് സൃഷ്ടിക്കുന്നു. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കല്ലെടുത്ത് പിശാചിനെ എറിയുന്നു.
അങ്ങനെ കല്ലെടുത്ത് എറിഞ്ഞ സ്ഥലത്ത് 3 സ്തൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചരിത്രമൊക്കെ നടന്ന സ്ഥലമാണ് മിന. ആ 3 സ്തൂപങ്ങൾ അതിങ്ങനെ ക്രമത്തിൽ പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ സ്തൂപമാണ് ജംറത്തു സുഹറ, ചെറിയ സ്തൂപം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. രണ്ടാമത്തെ സ്തൂപമാണ് ജംറത്തുൽ വുസ്ത, മധ്യഭാഗത്തുള്ളത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മൂന്നാമത്തെ സ്തൂപമാണ്, അത് കുറച്ചുകൂടി വലിയ ഒരു സ്തൂപമാണ്, ജംറത്തുൽ അഖബ. ഈ 3 സ്ഥലങ്ങളിൽ വച്ചാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് പൈശാചികമായ ഈ പ്രലോഭനം ഏറ്റതും ആ പ്രലോഭനത്തെ അദ്ദേഹം അതിജീവിച്ചതും. അതിൻ്റെ പ്രതീകമായിട്ടാണ് ആ സ്തൂപങ്ങൾ അവിടെയുള്ളത്. ദുൽഹജ്ജ് മാസം 10-ാം തീയതി ഹാജിമാർ കല്ലെറിയുന്നു. ദുൽഹജ്ജ് മാസം 10-ാം തീയതി ഹാജിമാർ കല്ലെറിയുന്നത് ജംറത്തുൽ അഖബയിൽ മാത്രമാണ്. ദുൽഹജ്ജ് മാസം 11, 12, 13 തീയതികളിൽ ഹാജിമാർ കല്ലെറിയുന്നു. ഈ 3 ജംറകളിലും ഹാജിമാർ ഈ ദിവസങ്ങളിൽ കല്ലേറ് നടത്തുന്നു. ഒരു സ്തൂപത്തിന്റെ നേരെ 7 കല്ലുകളാണ് എറിയുന്നത്. 3 സ്തൂപങ്ങൾക്കും വേണ്ടി ഒരു ദിവസം 21 കല്ലുകളാണ് എറിയുക. 3 ദിവസം കൂടുമ്പോൾ 63 കല്ലുകളാണ് ആകെ എറിയുക. ഇത് പ്രതീകാത്മകമായ ഒരു ചടങ്ങാണ്. ഈ കല്ലേറുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതിൻ്റെ ആശയം എന്താണ്? വളരെ സിംബോളിക്കലായിട്ട് ഹാജിമാരിങ്ങനെ കല്ലെറിയുമ്പോൾ ആ കല്ലേറുകൊണ്ട് അർത്ഥമാക്കുന്ന ആശയത്തെ മഹാന്മാർ, ഉലമാക്കൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തോട് പറയുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു വാക്യം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം: അലം അഹദി ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്വാന ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ഇത് മുസ്ലിം സമുദായത്തോട് മാത്രം പറയുന്ന കാര്യമല്ല, ഇത് മനുഷ്യ സമൂഹത്തോടാണ് അള്ളാഹു പറയുന്നത്. അലം അഹദി ഇലൈക്കും യാ ബനി ആദം, ആദമിന്റെ മക്കളെ അഥവാ മനുഷ്യരെ, ഞാൻ നിങ്ങളോട് കരാർ മേടിച്ചിരുന്നു, നിങ്ങളോട് കരാർ ചെയ്തിരുന്നു. കരാർ എന്താണ്? നിങ്ങളുടെ ശത്രു ഇബ്ലീസാണ്, പിശാചാണ്. ആ ഇബ്ലീസിനെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. അല്ലാ തഅബുദു ശൈത്വാന, നിങ്ങൾ ഇബ്ലീസിനെ അനുസരിക്കുവാൻ പാടില്ല. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ച് മനുഷ്യ സമൂഹത്തെ അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ മനുഷ്യ സമൂഹത്തിന്റെ ആജന്മ ശത്രുവാണ് ഇബ്ലീസ്. ആ ഇബ്ലീസ് ആകട്ടെ അള്ളാഹുവോട് പറഞ്ഞ ഒരു കാര്യവും വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്: ഞാൻ മനുഷ്യ സമൂഹത്തെ മുഴുവൻ വഴിപഴപ്പിക്കും, നന്ദിയുള്ള ഒരു മനുഷ്യനെ പോലും നീ കണ്ടെത്തുകയില്ല. അപ്പോ പിശാചിനെ കരുതിയിരിക്കുക. ഈ പിശാച് നിങ്ങളെ വഴിതെറ്റിക്കും. നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ പിശാച് മാർഗ തടസ്സങ്ങൾ സൃഷ്ടിക്കും. അപ്പോ പിശാചിനെതിരെ കല്ലെറിയുക എന്നതിൻ്റെ ആശയമാണ് അവിടെ നടക്കുന്നത്. അഥവാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശത്രുവിനെ തിരിച്ചറിയുക എന്നതാണ്. നമുക്ക് സംഭവിച്ച പരാജയവും അവിടെയാണ്. ശത്രു ആര്? ശത്രു എന്ന് പറയുമ്പോൾ യഥാർത്ഥ ശത്രു ആര്? ആ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ആ യഥാർത്ഥ ശത്രുവാണ് ഇബ്ലീസ്. ആ ഇബ്ലീസിന്റെ പ്രവർത്തന മേഖലകൾ എവിടെയൊക്കെ? അതിനെ ഞാൻ ഏത് രൂപത്തിലാണ് പ്രതിരോധിക്കേണ്ടത്? എൻ്റെ ഹൃദയത്തിൽ ഇച്ഛകളായിട്ട് രൂപപ്പെടുന്ന ആശയങ്ങൾ പൈശാചികമാണ്. ആ പൈശാചികമായ പ്രലോഭനങ്ങളെ, ചോദനകളെ ഞാൻ ഏത് രൂപത്തിലാണ് പ്രതിരോധിക്കേണ്ടത്?
ബാഹ്യമായ സമ്മർദ്ദങ്ങൾ ആ രൂപത്തിലും പിശാചെന്നെ സ്വാധീനിക്കുന്നു. ഇത്തരം പൈശാചികമായ പ്രലോഭനങ്ങളെ ഏത് രൂപത്തിലാണ് പ്രതിരോധിക്കേണ്ടത്? എറിഞ്ഞോടിക്കണം. പിശാചിനെതിരായ പോരാട്ടം, പിശാചിനെതിരായ സമരം. ആ സമരമാണ് ജീവിതം. ആ സമരത്തിൻ്റെ പ്രതീകാത്മകമായ സിംബോളിക്കലായ രൂപമാണ് ഈ പറയുന്ന ജംറകളിലെ കല്ലേറ് എന്ന് പറയുന്നത്. പിശാചിനെതിരെ പോരാടി ജയിച്ച ഒരു പ്രവാചകന്റെ പേരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആ സംഗതി എടുത്തു പറയുന്നുണ്ട്. ഞാൻ ഓതി വെച്ച ആയത്ത് അതാണ്. വഇദ് ഇബ്തല ഇബ്രാഹിം, ഇബ്രാഹിമിനെ നാം പരീക്ഷിച്ചു. ഒന്നോ രണ്ടോ അല്ല, പല രൂപത്തിൽ. പക്ഷേ ആ പരീക്ഷണങ്ങളെ മുഴുവൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിജീവിച്ചു കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിയെ അള്ളാഹു അദ്ദേഹത്തിന്റെ അള്ളാഹുവിന്റെ ആത്മമിത്രമായി സ്വീകരിച്ചു. അള്ളാഹുവിന്റെ മിത്രമായിട്ട് നിങ്ങൾക്ക് മാറാം. അത് ഇബ്രാഹിം നബിക്ക് മാത്രം കിട്ടിയ പ്രത്യേകമായ പദവിയല്ല. അള്ളാഹുവിന്റെ മിത്രമായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിശാചിനെതിരെ കല്ലെറിയുക, പിശാചിനെ പ്രതിരോധിക്കുക എന്ന വലിയ ഒരു ആശയം ഈ കല്ലേറിലൂടെ ഹാജിമാർ വിശ്വാസി സമൂഹത്തെ, ലോക മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിശാച് പല രൂപത്തിൽ അവതരിക്കും. ഫാഷിസമായിട്ട് പിശാച് കടന്നു വരാം. ക്രൂരന്മാരായ ഭരണാധികാരികളായിട്ട് ഈ പിശാച് കടന്നു വരാം. ഏകാധിപതികളായി പിശാച് കടന്നു വരാം. പല രൂപത്തിൽ പൈശാചികമായ ഈ പ്രശ്നങ്ങൾ മനുഷ്യ സമൂഹത്തിനുണ്ടായിത്തീരാം. ആ പൈശാചികമായ പ്രശ്നങ്ങളെ പോരാട്ടത്തിലൂടെ, സമരത്തിലൂടെ പരാജയപ്പെടുത്തുക എന്നതും ഹാജിമാർ കല്ലേറിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു ആശയമാണ്. അപ്പൊ ജംറയിലെ കല്ലേറ് നടക്കുന്ന ഇടം എന്ന ഒരു പ്രത്യേകത കൂടി മിന താഴ്വരയ്ക്ക് ഉണ്ട് എന്നർത്ഥം. ഈ മിന താഴ്വരയുടെ മറ്റൊരു ചരിത്രപരമായ പശ്ചാത്തലം എന്ന് പറയുന്നത് ആനപ്പട കഅബയെ തകർക്കുവാൻ വേണ്ടി വന്ന ഒരു ചരിത്രമാണ്. 60,000 സൈന്യവുമായിട്ട് മക്കക്കാർ ഇന്നേ വരെ കാണാത്ത വലിയ ഒരു ശക്തിയുമായി ആനപ്പട കഅബാലയത്തെ പൊളിച്ചു കളയാൻ വേണ്ടി അഹങ്കാരത്തോടെ മക്കയിലേക്ക് പ്രവേശിക്കുന്നു. അബാബീൽ പക്ഷികൾ വന്നിട്ട് ആനപ്പടയെ തകർത്ത സ്ഥലവും മിനയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. ആ ചരിത്രമുറങ്ങുന്ന മണ്ണുകൂടിയാണ് മിന താഴ്വര എന്ന് പറയുന്നത്. ഈ മിന താഴ്വരയിലാണ് ഹാജിമാർ 8-ാം തീയതി ദുൽഹജ്ജ് മാസം 8-ാം തീയതി, ദുൽഹജ്ജ് മാസം 10-ാം തീയതി, ദുൽഹജ്ജ് മാസം 11, 12, 13 തീയതികളിൽ താമസിക്കുന്നത്. മിനായിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ, ആ ടെന്റിൽ കിടന്നുറങ്ങുമ്പോൾ അത് ഖബർ ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഒരാൾക്ക് ചെരിഞ്ഞു കിടക്കാനോ നിവർന്നു കിടക്കാനോ പറ്റാത്ത രൂപത്തിലുള്ള ചെറിയ ഒരു സൗകര്യം മാത്രമേ അവിടെയുള്ളൂ. അവിടെയാണ് ഈ ദിവസങ്ങളിൽ അന്തി ഉറങ്ങേണ്ടത്. അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ബർസഖിയായ ഒരു മേഖല കൂടി എനിക്കുണ്ട്. അത് ഖബറാണ്. ഞാൻ അവിടെയും കിടക്കേണ്ടി വരും. അപ്പം ആ ഖബർ ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ജീവിതം കൂടിയാണ് മിനായിലെ ഈ താമസം. ദുൽഹജ്ജ് 8-ാം തീയതി ഹാജിമാർ മിനായിലേക്ക് വരുന്നു. ഇഹ്റാം ചെയ്തുകൊണ്ട് മിനായിലേക്ക് വരുന്നു. അതോടുകൂടി ഹജ്ജ് ആരംഭിക്കുന്നു. ദുൽഹജ്ജ് 8-ന് അവിടെ തന്നെ താമസിക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയും ദിക്റും ഔറാദുകളും ഖുർആൻ പാരായണവും അതേപോലെ തൗബയും തസ്ബീഹും ഒക്കെയായിട്ട് മിനായിൽ താമസിക്കുന്നു. ദുൽഹജ്ജ് 9-ന്റെ അന്ന് രാവിലെ തന്നെ ഹാജിമാർ അവിടെ നിന്ന് പുറപ്പെടുന്നു.
എവിടേക്കാണ് പുറപ്പെടുന്നത്? അറഫ എന്ന് പറയുന്ന മറ്റൊരു പ്രദേശത്തേക്കാണ് പുറപ്പെടുന്നത്. ഏതാണ്ട് മക്കയിൽ നിന്ന്, കഅബയിൽ നിന്ന് 21ഓളം കിലോമീറ്റർ ദൂരമുള്ള മറ്റൊരു താഴ്വരയാണ് അറഫ മൈതാൻ. ഏതാണ്ട് 10 ചിലാനും ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ് അറഫ. അറഫ എന്നത് ഒരു അറബി വാക്കാണ്. ഈ വാക്കിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞു എന്നാണ്. അതുമായി ബന്ധപ്പെട്ട ചരിത്രം ആദം നബി അലൈഹിസ്സലാം, അതുപോലെ ഹവ്വ ബീവി, അവർ ഭൂമിയിലേക്ക് വന്നു, പരസ്പരം കണ്ടു, പരസ്പരം തിരിച്ചറിഞ്ഞു എന്ന ഒരു ചരിത്രം അതിൻ്റെ പുറകിൽ ഉണ്ട്. പക്ഷേ ആധുനികരായ ചരിത്ര ഗവേഷകന്മാർ പറയുന്നു അറഫ എന്ന വാക്കിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞു എന്നാണല്ലോ. മനുഷ്യർക്ക് ഏറ്റവും അത്യാവശ്യം ഈ തിരിച്ചറിവാണ്. അറിവുണ്ടായിട്ട് കാര്യമില്ല, തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അറഫ എന്ന് പറയുന്ന പ്രവിശാലമായ മൈതാനത്ത് ദുൽഹജ്ജ് മാസം 9 ഉച്ചയ്ക്ക് ശേഷം ലൊഹറും അസറും ജംആയി ഹാജിമാർ നമസ്കരിച്ചതിന് ശേഷം അറഫയിൽ നിൽക്കുന്നു. ഏതാണ്ട് അസ്തമയം വരെ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും തൗബയുമായി കഴിച്ചുകൂട്ടുന്നു. ഈ അറഫയിൽ നിൽക്കുമ്പോൾ ഹാജിമാർക്ക് ലഭിക്കുന്നത് തിരിച്ചറിവാണ്. തിരിച്ചറിവ് ലഭിക്കുന്നില്ലെങ്കിൽ ആ ഹജ്ജ് ശരിയായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. നമുക്ക് ലഭിക്കേണ്ട തിരിച്ചറിവ് ഏതാണ്? ഞാൻ ആരാണ്? ഞാൻ എവിടെ നിന്നാണ് വന്നത്? എൻ്റെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്? അവസാനം ഞാൻ എവിടേക്കാണ് പോവുക? ഇത് മനുഷ്യർക്ക് ലഭിക്കേണ്ട പ്രധാനപ്പെട്ട അറിവാണ്. ഈ അറിവ് ലഭിക്കുന്ന ഇടം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തിരിച്ചറിവുകൾ ലഭിക്കുന്ന ഒരു സ്ഥലം, അതാണ് അറഫ മൈതാൻ. ദുൽഹജ്ജ് 9 അറഫയിലെ നൃത്തം. ഈ ദുൽഹജ്ജ് മാസം 9 ബന്ധപ്പെട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1-2 ഹദീസുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആ ദിവസത്തിന്റെ മഹത്വം പറയുന്ന ഹദീസുകളാണ്. ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമി അക്സറു മിൻ അയ്യഅതിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ യൗമു അറഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫ ദിവസം അല്ലെങ്കിൽ ദുൽഹജ്ജ് 9 ആ ദിവസം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അത്രയും ആളുകളെ വേറെ ഒരു ദിവസവും മോചിപ്പിക്കുന്നില്ല. അതിന്റെ അർത്ഥം നരകത്തിൽ നിന്ന് നരകമോചനം ആഗ്രഹിക്കുന്നവർക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള സുവർണ അവസരമാണ് അറഫ ദിനം. അത് ഹാജിമാരെ മാത്രമല്ല, ഹജ്ജിന് പോകാൻ സാധിക്കാതെ സ്വന്തം നാട്ടിൽ കഴിച്ചുകൂട്ടുന്നവർക്കും ഈ ദിവസത്തെ ഉപയോഗപ്പെടുത്താം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത്രമാത്രം ആളുകളെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്ന ഒരു ദിവസമാണ് അറഫ ദിനം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് ഇപ്രകാരമാണ്, ഖൈറു ദുആഉ യൗമു അറഫ. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഒരു വചനമാണ്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഖൈറു ദുആ, ഏറ്റവും നല്ല പ്രാർത്ഥന, ദുആഉ യൗമു അറഫ, അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. അറഫ ദിവസത്തിലെ പ്രാർത്ഥന ഏറ്റവും ഖൈറായ പ്രാർത്ഥനയാണ്. നമുക്ക് അല്ലാഹുവോട് പ്രാർത്ഥിക്കാം, നമ്മുടെ കാര്യങ്ങൾ പറയാം, തൗബ ചെയ്യാം, ആഗ്രഹങ്ങൾ പറയാം, അഭിലാഷങ്ങൾ പറയാം. ഇത്രയും ഖൈറായ ദുആ മറ്റൊരു ദിവസത്തിലും ഇല്ല എന്നർത്ഥം. ഇതുപോലെ ദുൽഹജ്ജ് 9 അറഫ ദിനം ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ ഹജ്ജിന് പോകാത്തവർ അവരോട് ഐക്യപ്പെട്ടുകൊണ്ട് നോമ്പെടുക്കൽ വളരെ പ്രബലമായ സുന്നത്താണ്. ആ നോമ്പുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമി അറഫ. അറഫ ദിവസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് പ്രവാചകർ ചോദിക്കപ്പെട്ടു. അതായത് പ്രവാചകരോട് ചോദിച്ചു അറഫ ദിനത്തിലെ നോമ്പിന്റെ പ്രത്യേകത. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല യുകഫിറു സനത്തുൽ മാദിയ വൽ ബാഖിയ.
കഴിഞ്ഞുപോയ ഒരു വർഷത്തെ, വരാൻ പോകുന്ന ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ ഈ നോമ്പിലൂടെ പൊറുക്കപ്പെട്ടേക്കാം. നമ്മൾ ചെയ്തു കൂട്ടിയ ചെറുപാപങ്ങൾ, വലിയ പാപങ്ങളല്ല, ചെറുപാപങ്ങൾ ഈ ഒരു നോമ്പിലൂടെ, അതും കഴിഞ്ഞ ഒരു വർഷത്തെ, വരാൻ പോകുന്ന വൽ ബാക്കിയ അൽ മാദിയ, വരാൻ പോകുന്ന അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ ഈ നോമ്പിലൂടെ, ചെറിയ പാപങ്ങൾ ഈ നോമ്പിലൂടെ പൊറുക്കപ്പെട്ടേക്കാം. അപ്പൊ അത്രമാത്രം പ്രാധാന്യമുണ്ട് നോമ്പിന് എന്നർത്ഥം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, ഈ നോമ്പ് ഒരിക്കലും നമ്മൾ വിട്ടുകളയാൻ പാടില്ല എന്നർത്ഥം. ദുൽഹജ്ജ് മാസം 1 മുതൽ 10 വരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. സൂറത്തുൽ ഫജ്ർ, വൽ ഫജ്രി വലയാലിൻ അശ്ർ, പ്രഭാതമാണ് സത്യം, വലയാലിൻ അശ്ർ, 10 രാത്രികളാണ് സത്യം എന്ന ഒരു പ്രയോഗം സൂറത്തുൽ ഫജ്റിലെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഈ 10 രാത്രികൾ ഏതാണ്? അതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, വളരെ പ്രമുഖനായ ഖുർആൻ വ്യാഖ്യാതാവാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സ്വഹാബി വര്യനാണ്. അദ്ദേഹം പറയുന്നു, ഈ 10 രാത്രികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ 1-ാമത്തെ ദിവസം മുതൽ 10-ാമത്തെ ദിവസം വരെയാണ്. വലയാലിൻ അശ്ർ, 10 രാത്രികൾ. അതുകൊണ്ട് ഈ 10 രാത്രികൾക്ക് പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇബാദത്തിൽ മുഴുകലാണ്. ചെയ്യുന്ന കർമ്മങ്ങൾ, സ്വാലിഹായ അമലുകൾ കുറച്ചുകൂടി ഭംഗിയായി ചെയ്യലാണ്. നമസ്കാരങ്ങളിൽ ജമാഅത്തിൽ പങ്കെടുക്കൽ, കുറച്ചുകൂടി സ്വാലിഹായ അമലുകൾ ചെയ്യൽ, സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ദുൽഹിജ്ജ മാസത്തിൽ ഈ ഒരു പ്രത്യേകത കൂടിയുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ജിഹാദിനേക്കാൾ പ്രാധാന്യമുണ്ടോ? ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി മരിക്കലാണ് ജിഹാദ്. അതിനേക്കാൾ പ്രാധാന്യമുണ്ടോ ഈ 10 ദിവസങ്ങൾക്ക്? റസൂൽ പറഞ്ഞു, ഉണ്ട്. വലൽ ജിഹാദ്, ജിഹാദിനേക്കാൾ പ്രാധാന്യമുണ്ട്. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പൂരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ജിഹാദ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ, അവൻ പുറപ്പെട്ടു, അവന്റെ സമ്പത്ത്, അവന്റെ ദുനിയാവുമായി ബന്ധപ്പെട്ട എല്ലാം, അവന്റെ ആരോഗ്യം, അവന്റെ എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ പോരാടി രക്തസാക്ഷിയായി എങ്കിൽ അത് മാത്രമാണ് ഈ 10 ദിവസത്തേക്കാൾ പ്രധാനപ്പെട്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതിൻ്റെ താഴെയാണ്. അപ്പോൾ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ദിക്ർ, ഔറാദുകൾ കുറച്ചുകൂടി വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ് എന്നർത്ഥം. അപ്പൊ ഇതാണ് പ്രിയമുള്ളവരെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള പ്രത്യേകത. ദുൽഹിജ്ജ 9-ന്റെ സവിശേഷതയും പറഞ്ഞു. ദുൽഹിജ്ജ മാസം 9-ാം തീയതിയാണ് അറഫ നൃത്തം. അറഫയിൽ അസ്തമയത്തോടുകൂടി ഹാജിമാർ തിരിച്ച് വീണ്ടും മുസ്ദലിഫ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്നു. മുസ്ദലിഫയുടെ മറ്റൊരു പേരാണ് മശ്അറുൽ ഹറാം. അന്ന് രാത്രി അവിടെയാണ് അവർ കിടന്നുറങ്ങുന്നത്. ആകാശത്തെ മേലാപ്പാക്കി, ഭൂമിയെ മെത്തയാക്കി, മറ്റൊന്നുമില്ലാതെ വെറും മണ്ണിൽ അവർ കിടന്നുറങ്ങണം. ഇതാണ് ഹജ്ജിലെ നിയമം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാം പറയാൻ സമയമില്ല. നമസ്കാരം പോലെയല്ല ഹജ്ജ്. ഹജ്ജിലെ ഓരോ കർമ്മങ്ങളെയും പഠിച്ചു കഴിയുമ്പോൾ ദുൽഹജ്ജ് 8-ന് മിനായിലേക്ക്, ദുൽഹജ്ജ് 9-ന് അറഫയിലേക്ക്, ദുൽഹജ്ജ് 9-ന് തന്നെ വീണ്ടും അവിടെ നിന്ന് മുസ്ദലിഫയിലേക്ക്. അന്ന് രാത്രി ആ പച്ച മണ്ണിൽ കിടന്നുറങ്ങുന്നു. നേരം വെളുത്ത് ദുൽഹജ്ജ് 10 വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ കല്ലേറ് നടക്കുന്ന സ്ഥലം, അവിടേക്ക് ജംറത്തുൽ അഖബ, അവിടെ കല്ലെറിയുന്നു. അന്ന് തന്നെ വേണമെങ്കിൽ തവാഫ് ചെയ്യാം, സഅയും ചെയ്യാം. ആരോഗ്യം സമ്മതിക്കുന്നില്ലെങ്കിൽ മാറ്റിവെക്കാം. വീണ്ടും മിനാ ടെന്റിലേക്ക് അവിടെ കിടന്നുറങ്ങണം. ദുൽഹജ്ജ് 11-ന് വീണ്ടും കല്ലേറ്. ളുഹർ നമസ്കാര ശേഷം വീണ്ടും അവിടുന്ന് തക്ബീർ ചൊല്ലിക്കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ആ ലബ്ബൈക് മുഴക്കിക്കൊണ്ട് വീണ്ടും കല്ലെറിയാൻ വരുന്നു. 3 ജംറകളിലും കല്ലെറിയുന്നു. തിരിച്ച് വീണ്ടും മിനായിലേക്ക്.
അവിടെ കിടന്നുറങ്ങുന്നു. ദുൽഹജ്ജ് 12 വീണ്ടും കല്ലെറിയാൻ വരുന്നു. 3 ജംറകളിൽ കല്ലെറിയുന്നു. വീണ്ടും ടെന്റിലേക്ക്. ദുൽഹജ്ജ് 13 ദുൽഹജ്ജ് 13 കല്ലേറോടുകൂടി ഹജ്ജ് അവസാനിക്കും. ഈ ഓട്ടമാണ് ഹജ്ജ്. നമസ്കാരമാണെങ്കിലോ നിന്ന നിൽപ്പിൽ തഖ്വയാണ്. ആ നിന്ന നിൽപ്പിൽ ഫാത്തിഹ സൂറത്ത് എല്ലാം ഓതി തഖ്വയോടെ നിർവഹിക്കുന്ന ഒരു ഇബാദത്താണ് നമസ്കാരം. പക്ഷേ ഹജ്ജാണെങ്കിലോ അന്ന് നമ്മെ ഓടിക്കുക, കിലോമീറ്ററുകളോളം നമ്മൾ കിടന്ന് ഓടുകയാണ്, നടക്കണം. കനത്ത ചൂടാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ശക്തമായ ചൂടാണ്. ഈ ചൂടിനെ അതിജീവിച്ചുകൊണ്ട് അതിന്റെ അർത്ഥം എന്താ? ഏത് സന്ദർഭത്തിലും അള്ളാഹുവിന് വിധേയപ്പെടുക. അറഫയിൽ ഇങ്ങനെ ഹാജിമാര് നിൽക്കുമ്പോൾ പത്രത്തിലൊക്കെ വാർത്ത വരും, അറഫ പാൽക്കടലായി. വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ഹാജിമാർ അറഫയിൽ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം നമ്മൾ പത്രത്തിലൂടെ ഇങ്ങനെ വായിക്കുന്നു. വാർത്തയുടെ ഹെഡിങ് എന്താ? അറഫ പാൽക്കടലായി മാറിയിരിക്കുന്നു. ആ വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട്, ഒരു തുണിയാണ്, ഒരു ഷാളാണ്, വേറൊന്നുമില്ല. സ്ത്രീകളാണെങ്കിൽ ആഡംബരമില്ലാത്ത മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയെല്ലാം മറഞ്ഞിരിക്കുന്ന ഒരു വേഷം. അവരൊക്കെ അറഫയിൽ നിൽക്കുകയാണ്. ലോകത്ത് ഇത്രയും കണ്ണീര് വീണ ഒരു പ്രദേശം വേറെയില്ല. ഇത്രയധികം തേങ്ങലുകൾ കേൾക്കുന്ന ഒരു പ്രദേശം ലോകത്ത് വേറെയില്ല. പൊട്ടിക്കരയുന്ന ഒരു പ്രദേശം അറഫയല്ലാതെ ലോകത്ത് വേറെയുണ്ടോ? തേങ്ങലുകൾ മാത്രമേ അവിടെ കേൾക്കാനുള്ളൂ. കരയലും പ്രാർത്ഥനയും മാത്രം. ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവോട് ഏറ്റുപറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചുള്ള പ്രാർത്ഥനയാണ് അറഫ ദിനം ഉച്ച മുതൽ അസ്തമയം വരെ നമ്മൾ അവിടെ കാണുന്നത്. ഹാജിമാര് പൊട്ടിക്കരയുന്നു. അവർ തിരിച്ചറിവ് നേടുകയാണ്. ജീവിതം എന്താണ്? എന്തിനാണ് ജീവിക്കുന്നത്? ഇതെവിടേക്കാണ് ഈ പോണത്? എല്ലാം ഇട്ടേച്ചാണ് വന്നിരിക്കുന്നത്. എല്ലാ ജാടകളും ഇറക്കി വച്ചിരിക്കുന്നു. അതാണ് ആ വേഷം. ഒരു മുണ്ടുടുത്തിരിക്കുന്നു, ഒരു ഷാളാണ് പുതച്ചിരിക്കുന്നത്. വേഷമെന്ന് പറയുന്നതാണ് എൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഞാൻ ആരാണ് എന്ന് എൻ്റെ വേഷം നോക്കിയാൽ മനസ്സിലാവും. സൗദി രാജാവ് ഹജ്ജിന് വേണ്ടി വന്നാൽ രാജകീയമായ വേഷങ്ങളൊക്കെ അഴിച്ചു വച്ചു. എൻ്റെ തൊട്ടടുത്തിരുന്ന് സൗദി രാജാവും പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്കറിയില്ല ഇദ്ദേഹം ആരാണ്. ഞാൻ ആരെയും തിരിച്ചറിയുന്നില്ല. സമ്പന്നരുണ്ട്, അറബികളുണ്ട്, അനറബികളുണ്ട്, ഒരുപാട് രാജ്യക്കാരുണ്ട്, നിറക്കാരുണ്ട്, ഭാഷക്കാരുണ്ട്. എല്ലാവരും ഒരു ആദർശത്തിന് കീഴിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ച. ആരും ആരെയും ഒരർത്ഥത്തിലും വേദനിപ്പിക്കുന്നില്ല. കറുത്തവര്, വെളുത്തവര്, ആഫ്രിക്കക്കാര്, ഏഷ്യക്കാര്, യൂറോപ്യര്, ആ ഒരു വേർതിരിവ് അവിടെയില്ല. ഭാഷാപരമായ, രാഷ്ട്രത്തിൻ്റെതായ, വർഗപരമായ, ദേശത്തിൻ്റെതായ ഒരു വേർതിരിവും നമ്മൾ അവിടെ കാണുന്നില്ല. ഈ അർത്ഥത്തിൽ മനുഷ്യരെ ഒന്നിപ്പിക്കാൻ ഇസ്ലാം എന്ന ഐഡിയോളജിക്ക് മാത്രമേ സാധ്യമായിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും ഒരു ഐഡിയോളജിക്ക് സാധ്യമായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇങ്ങനെ മനുഷ്യരെ ചേർത്ത് പിടിക്കാം. ഒരേ മനസ്സോടെ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരേ മന്ത്രമാണ്. എല്ലാവരും ലബ്ബൈക ചൊല്ലുന്നു, എല്ലാവരും നാഥനോട് പ്രാർത്ഥിക്കുന്നു. വേറെ ഒന്നും അവിടെ കാണുന്നില്ല. മനുഷ്യരെ നിങ്ങളൊക്കെയും ഒന്നാണ്. മനുഷ്യന്റെ ഏകത്വം, മാനവികമായ ഒരു മുഖത്തെ നമുക്കവിടെ വായിച്ചെടുക്കാൻ കഴിയും. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു തോന്നൽ വരികയാണ്. ഞാൻ ആരാണ്? അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ വെറും നിസാരൻ. എൻ്റെ ജാടകളൊക്കെ മാറി, എൻ്റെ കിബറെല്ലാം പോയി, എൻ്റെ വേഷമൊക്കെ ഊരിവച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഒരു ഹാജിയുടെ മുടി ജട പിടിച്ചതാണ്, അവൻ്റെ ശരീരം പൊടി പിടിച്ചതാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? ഈ നടത്തമാണ്, ഓട്ടമാണ്. കുളിക്കാൻ നേരമില്ല, നേരെ ചൊവ്വേ ബാത്റൂമിൽ പോകാൻ കഴിയുന്നില്ല. അവൻ അവൻ്റെ വീട്ടിൽ സുഖമായി ജീവിച്ചു, ആഡംബരത്തോടെ ജീവിച്ചു, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കഴിയുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ്. എല്ലാ ദിവസവും 2 നേരം കുളിച്ച് വൃത്തിയോടെ നടന്നവർക്ക് കുളിക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ മുടി ജട പിടിച്ചതാണ്, ശരീരം പൊടി പിടിച്ചതാണ്. ആ ജട പിടിച്ച മുടിയുമായി പൊടി പിടിച്ച ശരീരവുമായി നടക്കുമ്പോൾ അവന് ബോധ്യമായി ഞാൻ നിസ്സാരപ്പെട്ടവനാണ്. ഈ ജാടകളല്ല ജീവിതം. ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടിമ,
അതിനപ്പുറത്തേക്ക് ഞാൻ ആരുമല്ല. ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്ന, അവനെ എത്തിക്കുന്ന ഒരു പ്രദേശമാണ് അറഫ. അങ്ങനെ ഹാജിമാരോട് ഐക്യപ്പെട്ടുകൊണ്ട് നോമ്പെടുക്കുമ്പോൾ, അറഫ നോമ്പെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ആ ചിന്ത വരണം. ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രം. എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാർ അറഫയിൽ നിൽക്കുകയാണ്. ലോകത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി അവരും പ്രാർത്ഥിക്കുന്നു. ഇതാ ഞങ്ങൾ ഐക്യപ്പെട്ടുകൊണ്ട് ഞങ്ങളും അവർക്കൊപ്പം ചേരുന്നു. നാളെ മഹ്ശറ എന്ന് പറയുന്ന ഒരു വിചാരണ മഹാസഭയുണ്ട്. അവിടെ ഇതുപോലെ നിൽക്കേണ്ടി വരും. സമാനമായ നൃത്തത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് അറഫ നൃത്തം. ഇങ്ങനെ ഒരുപാട് തിരിച്ചറിവുകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു ഇബാദത്താണ് ഹജ്ജ്. പ്രിയമുള്ളവരെ, ദുൽഹജ്ജ് 8-ാം തീയതിയാണ് ഹജ്ജിന്റെ തുടക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടവർക്ക് മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് നിർവഹിച്ച് മടങ്ങാൻ തൗഫീഖ് ചെയ്ത് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന് പോകാൻ കാത്തിരിക്കുന്ന നമ്മൾക്കും ഈ കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖ് പടച്ചവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബലി പെരുന്നാൾ അതിൻ്റെ ഡേറ്റെല്ലാം നമുക്ക് നേരത്തെ തന്നെ കിട്ടി. ബലി അറുക്കലുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആരെങ്കിലും ബലി അറുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട ഷെയർ ചേർന്നിട്ടുണ്ടെങ്കിൽ, ദുൽഹജ്ജ് 1 മുതൽ അവർ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അഥവാ മുടി, താടി, രോമങ്ങൾ വടിക്കുകയോ വെട്ടുകയോ പാടില്ല. നഖം മുറിക്കരുത്. ആ ബലി അറുത്തതിന് ശേഷം മാത്രമേ അവർ ഷെയർ ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ കൊടുത്തിട്ടുള്ള ബലിമൃഗം അതിനെ അറുത്തതിന് ശേഷം മാത്രമേ ഈ കർമ്മങ്ങളിലേക്ക് അവർ ഏർപ്പെടാൻ പാടുള്ളൂ. അത് പ്രബലമായ സുന്നത്താണ്. ആ സുന്നത്തുകൂടി നമ്മൾ എടുത്താലാണ് ബലികർമ്മം അതിൻ്റെ യഥാർത്ഥ ആ ഒരു പരിശുദ്ധിയിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് അത്തരക്കാര് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ബലി പെരുന്നാളും അതേപോലെ അറഫ നോമ്പുമൊക്കെ എടുക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഴക്കെടുതികൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തിൻ്റെ മഴ നമുക്ക് നൽകുമാറാകട്ടെ. ശിക്ഷയുടെയും പരീക്ഷണത്തിൻ്റെയും മഴയെ തൊട്ട് അള്ളാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റളഅൻ അൻ അർബഅത്തി ഖുലഫാഇർ റാഷിദീൻ വ അഫ്ദൽ ഉമറാഇൽ മുർഷിദീൻ വ അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി റളിയല്ലാഹു അൻഹും വ അൻ ബഖിയത്തി അസ്ഹാബി റസൂലിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്മഈൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ثبت أقدامنا على القوم الكافرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل النفاق والمنافقين وأذل الكفر والكافرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار
اللهم أجرنا من النار اللهم لا تشوئ خلقنا بالنار ولا تجعلنا من خطب النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.